ഹേയ് ബഡ്ഡീസ് അപ്പൊ വലിയ വിളക്കെന്ന ചടങ്ങിന്റെ ഭാഗമായി കാലത്ത് തന്നെ അമ്പലത്തിൽ വന്നൊന്ന് തൊഴുതു. പിന്നെയാണ് ചെറിയ മേളം ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ മേളത്തിന് മൊത്തം 8 ആനകളായിരുന്നു ഉണ്ടായിരുന്നത്. 8 ആനകളെയും തലപ്പട്ടമൊക്കെ കെട്ടി വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേളമൊക്കെ വളരെ ഭംഗിയായി അവസാനിച്ചു. പിന്നെ നമ്മ വൈകുന്നേരം അമ്പലത്തിലേക്ക് വന്നിരിക്കണേന് കുറച്ചു നേരം ഭഗവതി സേവ കേട്ട് അവിടെ ഇരുന്ന് പിന്നെയാണ് ആനയൂട്ട് ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെ ആനയൂട്ട് കാണാൻ പോയി. ആനക്ക് എല്ലാവരും ഫ്രൂട്ട്സും മറ്റു പഴങ്ങളൊക്കെ വായി വെച്ച് കൊടുക്കുന്നതായിരുന്നു അതിന്റെ പ്രധാന ചടങ്ങ്. അതെല്ലാം കഴിഞ്ഞ് നമ്മ സ്റ്റേജിന്റെ അവിടെ വന്നേക്കണേണ്. അവിടെ സിംഗിൾ ക്ലാസിക്കൽ ഡാൻസും ഗ്രൂപ്പ് ക്ലാസിക്കൽ ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു പ്രദക്ഷിണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി വലിയൊരു താലമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അവസാനം നമ്മ ഉത്സവം നടക്കണ അമ്പലത്തിലേക്ക് വന്നിരിക്കണേണ്. അവിടെയും ചെറിയ മേളപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മ സൈഡിലുള്ള കടയൊക്കെ ഒന്ന് നോക്കി കണ്ടു. കുട്ടികളെ ആകർഷിപ്പിക്കാനായിട്ട് കളിപ്പാട്ടങ്ങളും ദാഹിക്കുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസും മറ്റു സാമഗ്രികളൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മ ഒരു ചോളം പൊരിയും മേടിച്ച് പിന്നെ ഒരു ഫേവറേറ്റ് ആയ റെയിൻബോ ഐസ്ക്രീമും മേടിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.